ഇങ്ങനെയുള്ള പൊലാടി മക്കളെ കൊണ്ട് ഗ്യാസ് നടക്കരുത്. എന്ന് പറഞ്ഞാൽ നാളെ ഇന്ന് എനിക്കായിരിക്കും പറ്റും, നാളെ വേറൊരുത്തൻ ഈ കാര്യം പറ്റും. എനിക്ക് ഇന്നലെ എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ട് വന്ന വഴിയിൽ ഒരു അനുഭവം പറ്റി, ട്രെയിനിൽ വെച്ച് പറ്റിയതാണ്. നമ്മുടെ ജാസിയൊക്കെ അറിയായിരിക്കും, വീഡിയോസ് ഇടുന്ന ജാസിയൊക്കെ അറിയായിരിക്കുമല്ലോ. അപ്പം അവന്റെ കൂടെ നടക്കുന്ന ഒരു ശിങ്കിടി ഉണ്ട്. നമ്മളെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റായിട്ട് അവനെ അറിയാം, എന്താ പറഞ്ഞാൽ അങ്ങനെ വീഡിയോസ് ഇടുന്ന കണ്ടുണ്ട്, അങ്ങനെ അറിയുന്നുള്ള പരിചയമുണ്ട്. അപ്പം ഞാനും അവനും കൂടെ ഒരുമിച്ചാണ് ട്രെയിൻ കയറി. എല്ലാവർക്കും നമസ്കാരം. ഇതെന്താ സംഭവം മനസ്സിലായോ? ജാസിയുടെ കൂടെ നടക്കുന്ന ഒരു പയ്യനുണ്ട്. അവൻ്റെ വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ജാസിയെ പോലെ തന്നെ വീഡിയോകൾ ചെയ്ത് വൈറലാവാൻ വേണ്ടി ശ്രമിക്കുന്ന, വൈറലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ, അങ്ങനെയുള്ള ഒരു പയ്യനാണ്. അപ്പോൾ ഇവൻ കഴിഞ്ഞ ദിവസം ഇവരുടെ കൂട്ടത്തിലുള്ള നടാഷ അലക്സ് അവരുടെ കല്യാണത്തിന് പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് നമ്മൾ ഈ വീഡിയോ കാണുന്ന പയ്യനെ ചില കുത്സിത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ വേണ്ടി പ്രേരിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോൾ അവനെ കൈവച്ചത് ട്രെയിനിനകത്ത് വെച്ചിട്ടല്ല. ഇത് സംഭവം നടക്കുന്നത് ട്രെയിനിനകത്താണ്. ട്രെയിനിനകത്ത് വെച്ചിട്ടല്ല ഇവൻ കൈവച്ചത് പുറത്തിറക്കിയിട്ടാണ്. അപ്പോൾ ആ വിവരങ്ങളൊക്കെയാണ് ആശാൻ പറയുന്നത്. ഈ വീഡിയോ വന്നതിന് ശേഷം ആ മഹാനുഭാവൻ, ഈ കയറി പിടിച്ചവനുണ്ടല്ലോ, പിടിച്ച ഭാഗമൊക്കെ ഞാൻ പറയുന്നില്ല, അത് ഇവൻ തന്നെ പറയുന്നുണ്ട്. എവിടെയാണ് എന്ന് പറയാതെ അവൻ പറയുന്നുണ്ട്. കയറി പിടിച്ചവനെ ഇവൻ ട്രെയിനിന് ഇറങ്ങിയതിന് ശേഷം അവിടെ ഇട്ട് തല്ലി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കയറി പിടിച്ചു എന്ന് പറയുന്നവൻ അതിൻ്റെ എക്സ്പ്ലനേഷനുമായിട്ട് വന്നിട്ടുണ്ട്. ആ എക്സ്പ്ലനേഷനാണ് കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. ഇല്ലെങ്കിൽ ഞാനത് എടുക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. രാവിലെ കണ്ടു, വിട്ട കേസായിരുന്നു. പക്ഷേ ആ എക്സ്പ്ലനേഷൻ കണ്ടപ്പോൾ ഈ പയ്യൻ പറയുന്നതിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ശരി, നമുക്കൊന്ന് നോക്കാം എന്ന് വിചാരിച്ചു. നമുക്ക് ഇവൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇവൻ എന്താണ് വിശദമായിട്ട് പറയാനുള്ളതെന്ന് കണ്ടു നോക്കാം. കൊണ്ട് ഗ്യാസ് നടക്കരുത് എന്ന് പറഞ്ഞാൽ നാളെ ഇന്ന് എനിക്കായിരിക്കും പറ്റും, നാളെ വേറൊരുത്തൻ ഈ കാര്യം പറ്റും. എനിക്ക് ഇന്നലെ എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ട് വന്ന വഴിയിൽ ഒരു അനുഭവം പറ്റി, ട്രെയിനിൽ വെച്ച് പറ്റിയതാണ്. നമ്മുടെ ജാസിയൊക്കെ അറിയായിരിക്കും, വീഡിയോസ് ഇടുന്ന ജാസിയൊക്കെ അറിയായിരിക്കുമല്ലോ. അപ്പം അവന്റെ കൂടെ നടക്കുന്ന ഒരു ശിങ്കിടി ഉണ്ട്. നമ്മളെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റായിട്ട് അവനെ അറിയാം, എന്താ പറഞ്ഞാൽ അങ്ങനെ വീഡിയോസ് ഇടുന്ന കണ്ടുണ്ട്, അങ്ങനെ അറിയുന്നുള്ള പരിചയമുണ്ട്. അപ്പം ഞാനും അവനും കൂടെ ഒരുമിച്ചാണ് ട്രെയിൻ കയറിയത്. അപ്പൊ ട്രെയിൻ ഞങ്ങൾ എറണാകുളത്താണ് കയറിയത്. അപ്പം എന്റെ ഒരു ഇതില് ഇപ്പൊ വീഡിയോസ് ഇടുന്ന ഒരാളല്ല, അപ്പം എന്തായാലും നമ്മൾ ആരായാലും ചെന്ന് പരിചയപ്പെടും. അങ്ങനെ ഞാൻ ചെന്ന് പരിചയപ്പെടും, ഞാൻ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടെന്ന് പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പം എറണാകുളത്ത് എത്തുന്ന കുഴപ്പമില്ല എന്ന് എറണാകുളത്ത് കഴിഞ്ഞ ട്രെയിൻ എറണാകുളത്ത് നിന്ന് എടുത്തപ്പം ഇപ്പൊ വേറെ സ്ഥലത്തൊക്കെ പിടിക്കാൻ തുടങ്ങി. ഞാൻ കാര്യം എടുത്ത് തട്ടി മാറ്റി, കൈക്ക് തട്ടി മാറ്റി അപ്പനെ എടുത്ത് കളഞ്ഞു. എന്നിട്ട് ഇവൻ ഒത്തിരി നേരം കൊണ്ട് പിടുത്തവൻ ഇവിടേക്കൊക്കെ ഇരുന്ന് പിടിക്കുന്നുണ്ട്, ഞാൻ അപ്പനെ കൈക്ക് തട്ടി മാറ്റുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ വാതിക്കൽ ഈ ട്രെയിൻ പോകുന്നതിന്റെ വാതിക്കലാണ് ഇരിക്കുന്നത്. അപ്പം ഈ കഥ കണ്ട് ആ വാതിക്കൽ ഇരിക്കും. അപ്പൊ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവൻ എന്തെങ്കിലും ഞാൻ ചെയ്തു വെക്കാൻ അപ്പനെ നേരെ ട്രെയിനിൽ എടുത്ത് വല്ല ചാടി കഴിഞ്ഞാൽ നാളെ ഞാൻ കൊലക്കുറ്റത്തിന് അകത്ത് കൊണ്ട അവസ്ഥ വരും. അതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടിയില്ല. അപ്പൊ ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്, കാരണം നമ്മുടെ കാര്യങ്ങളൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇത് അന്തയില്ലാത്ത ഞാൻ ആലപ്പുഴ എത്തിയപ്പോൾ നല്ല രീതി പെരുമാറിയിട്ടുണ്ട്, നല്ല രീതി പെരുമാറിയിട്ടുണ്ട്. ചള്ളക്കും കൊടുത്ത് അവിടെ ഇട്ട് ചവിട്ടി അരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഓടുന്ന ഇടിക്കുന്ന ട്രെയിനിൽ ഒന്നും ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നാളെ കുറ്റത്തെ അകത്താവത്താത്തോണ്ടാണ് ഞാൻ മാനിയായിട്ട് ഇവനെ അടിച്ചത്. അപ്പം ഇവന്റെ കാര്യം പിന്നെ ജാസ്തി എടുത്തൊരു ബഹുമാനം ഉണ്ട്. എന്ന് പറഞ്ഞാൽ അവരുടെ ഇഷ്ടത്തിൽ നടക്കുന്ന വീഡിയോസ് ഇടുന്നു, അവരുടെ കാര്യത്തിൽ അവർ ഇതായിട്ട് നിൽക്കുന്നു. ഞാൻ അവരെ കുറ്റപ്പെടുത്താനൊന്നും ഞാൻ ചെല്ലുന്നുമില്ല. ഈ ഇവനെ കൊണ്ട് ജാസി ഞാൻ കാലി പിടിച്ച് പറയാം, വെറും തന്തയില്ലാത്തവരെ കാണിച്ചത്. എന്ന് പറഞ്ഞാൽ വീഡിയോസ് കാണുന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ പോയി പരിചയപ്പെട്ടത്. അവൻ ഇങ്ങനെ കാണിക്കുന്നൊക്കെ അറിയത്തില്ല. പിന്നെ അവൻ എന്റെ അടുത്ത് ഒത്തിരി കാര്യങ്ങൾ ഓഫർ ചെയ്ത്, ഐഫോണ് ഗൾഫിൽ എന്തോ ജോലി സെറ്റ് ആയി തരാൻ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ഓഫർ ചെയ്തിട്ടുണ്ട് തന്തയില്ലാത്ത. അപ്പം എന്തായാലും ഈ വീഡിയോ ഞാൻ വീഡിയോ ഇടണ്ടെന്ന് വിചാരിച്ചിരുന്നു. എന്തായാലും എന്റെ മനസ്സ് ഇതാക്കണില്ല, വീഡിയോ ഇട്ടൊക്കെ തുറന്നു മനസ്സിലാക്കി ഇട്ടേക്കാണ്. അപ്പം സൂക്ഷിച്ചൊക്കെ ഇനി പോവാണ്, ബോയ്സ് ആയാലും സൂക്ഷിച്ചൊക്കെ ഇവർ ആണെങ്കിൽ അടുത്തോട്ട് പോയി ഫാനാണെന്നൊന്നും പറയില്ല, ഏറിയൊക്കെ പിടിച്ചു കളയും. ഇപ്പഴും കൂടെ ഞാൻ പറയും, തന്തയില്ലാത്ത വെറും തന്തയില്ലാത്ത. അപ്പം സൂക്ഷിച്ചൊക്കെ ഇവന്റെ അടുത്തൊക്കെ പോയി ഇരിക്കുക. ഇവൻ കയറി പിടിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ വേറെ സ്ഥലമാണ്. ഞാൻ പറഞ്ഞു തരണ്ടല്ലോ, ബോയ്സിന്റെ കാര്യം പറഞ്ഞു തരണ്ടല്ലോ. അപ്പൊ സൂക്ഷിച്ചൊക്കെ നിൽക്കുക. ഗുഡ് ബൈ. ഓക്കെ, അപ്പോൾ ഈ പയ്യൻ പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. അവൻ്റെ അസ്ഥാനത്ത് കയറി പിടിച്ചു മറ്റവൻ്റെ ഫോട്ടോ ഞാനിവിടെ വെക്കാം. അവൻ അസ്ഥാനത്ത് കയറി പിടിച്ചു. എന്നിട്ട് ട്രെയിനിൽ ഇവർ വാതിലിൻ്റെ അവിടെയാണ് ഇരുന്നതെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ചെറിയൊരു പോർഷൻ കൊണ്ട് വെച്ചിട്ടുണ്ട്. ആ പിടിക്കുന്ന കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. പക്ഷേ ഇതിൽ അവൻ്റെ ഭാഗത്ത്, ഈ പിടിച്ചു എന്ന് പറഞ്ഞവൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നിയത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ വന്നപ്പോഴാണ്. നമുക്ക് ആ വീഡിയോ കാണാം. വിഷയം എത്രയേ ഉള്ളൂ, ട്രെയിനിൽ വെച്ചിട്ട് ഈ അസ്ഥാനത്ത് കയറി പിടിച്ചപ്പോൾ ഈ ഡോറിനടുത്തിരുന്നത് കൊണ്ട് അവനെ ഉപദ്രവിക്കുകയോ കാര്യങ്ങളൊന്നും ചെയ്തില്ല. ഇനി എങ്ങാനും കൈതട്ടി താഴെ പോയി കഴിഞ്ഞാൽ ഇവൻ കൊലക്കേസിൻ്റെ അകത്ത് പോകും. അപ്പോൾ അത് പേടിച്ചിട്ട് ഇവൻ ഒന്നും ചെയ്തില്ല. പകരം ആലപ്പുഴ എത്തിയതിന് ശേഷം നന്നായിട്ട് പെരുമാറി എന്നാണ് പറയുന്നത്. ചെകടുത്തടിച്ചു, ചവിട്ടി അരച്ചെന്നൊക്കെ പറയുന്നുണ്ട്. പയ്യൻ പറയുന്നത് ഞാൻ അങ്ങനൊന്നും ചെയ്തിട്ടില്ല എന്ന ലെവലിലാണ് അവൻ വാദിച്ച് നിൽക്കാൻ ശ്രമിക്കുന്നത്. അവൻ്റെ 2 കൂട്ടുകാരന്മാരെയൊക്കെ വിളിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിനകത്ത് ചില പൊരുത്തക്കേടുകൾ ഞാൻ കണ്ടു. അത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാം. കാരണം എനിക്ക് മാത്രം തോന്നിയതാണോ അതോ നിങ്ങൾക്കും അങ്ങനെയാണോ തോന്നുന്നത് എന്നൊന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ആ വീഡിയോ വെക്കുന്നത്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഹായ്,
അപ്പോൾ ഞാൻ ട്രെയിനിൽ നിന്ന് ഒരാളെ കയറി പിടിച്ചു എന്നൊരു വീഡിയോ ഇപ്പം കുറേ പേര് എനിക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എറണാകുളം കല്യാണത്തിന് പോയിട്ടൊന്ന് മെനിഞ്ഞാന്ന് അപ്പോൾ എൻ്റെ കൂടെ ട്രെയിനിൽ തന്നെ നമ്മൾ കല്യാണത്തിന് പോയിട്ട് തിരിച്ചു വന്നു. ഒരു ബോഗിയിലുണ്ടായിരുന്ന 2-3 പേരുണ്ട്. അപ്പോൾ ഞാനൊരു കോൾ ഒരാളെ വിളിച്ചോട്ടെ. പടച്ച റബ്ബാണ് ഫസ്റ്റ് കോളാണ്, വിളിച്ചോട്ടെ. ഹലോ മനുവേട്ടാ, നമ്മളന്ന് എറണാകുളത്ത് നിന്ന് ഒരുമിച്ചല്ലേ ട്രെയിനിൽ കയറിയേ? നമ്മൾ ആ ട്രെയിനിൽ എന്തെങ്കിലും വലിയ സീൻ എന്തെങ്കിലും ഉണ്ടായോ? ആരെങ്കിലും എന്നെ അടിക്കുകയോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ ഒരുമിച്ചല്ലേ തിരിച്ച് നമ്മൾ ഒരുമിച്ച് ഇറങ്ങി ആ നമ്മൾ ഒരുമിച്ചല്ലേ എന്നിട്ട് ഇറങ്ങി ഒരുമിച്ച് ഫുഡ് കഴിച്ചിട്ടല്ലേ പോയത്? ആ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ പബ്ലിക്കായിട്ട് ഒരാളെ കയറി പിടിച്ചു, അവ എന്നെ തല്ലി ഭയങ്കര സീനായെന്ന് പറഞ്ഞൊരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടായിരുന്നല്ല, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചത്. എനിക്കറിയത്തില്ല, ഞാൻ വീഡിയോ ഇടുന്നുണ്ട്, വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പൊ ഒരു കോൾ കൂടി. ഹലോ മോനെ, ഞാനൊരു അർജന്റ് കാര്യം ചോദിക്കാൻ വിളിച്ചേ. നമ്മള് എറണാകുളത്ത് കല്യാണം കഴിഞ്ഞിട്ട് ഒരുമിച്ചല്ലേ ട്രെയിനിൽ കയറി? ഒരു ബോഗിയിലല്ലേ ഉണ്ടായിരുന്നേ? എന്നിട്ട് അവിടെ എന്തെങ്കിലും സീൻ ഉണ്ടായോ? എന്നെ ആരെങ്കിലും തല്ലുകയോ എന്തെങ്കിലും പ്രശ്നം ഇല്ലല്ലോ? ഒരു വീഡിയോ ഇങ്ങനെ ഇറങ്ങിയായിരുന്നു, നീ കണ്ടായിരുന്നു? ഞാനത് മനുഷ്യനെ ചോദിച്ചു. അപ്പൊ മനുഷ്യന്റെ എന്റെ അടുത്ത് പറഞ്ഞ് നമ്മൾ വന്നപ്പോ അതിലും അങ്ങനെ അടിയോ ഇതൊക്കെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയണ്ടേ. നമ്മൾ ഒരു ബോഗിയിൽ തിരിച്ച് നമ്മൾ ഒരുമിച്ച് ഇറങ്ങി. ഓക്കെ, അതറിയാൻ വേണ്ടി മാത്രം. അപ്പോൾ ഇവൻ ഈ 2 പേരെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. ഇതിനകത്ത് പ്രത്യേകിച്ച് അസ്വാഭാവികതയായിട്ട് ഒന്നും പെട്ടെന്ന് തോന്നത്തില്ല, ശരിയല്ലേ? നിങ്ങൾക്കും എന്തെങ്കിലും തോന്നിയോ? ഇവനിത് പറഞ്ഞു കൊടുത്ത് സംസാരിപ്പിക്കുന്നതാണ്, അങ്ങനെ എന്തെങ്കിലും തോന്നിയോ? തോന്നിയിട്ടില്ലല്ലോ. നമുക്ക് ഒന്നുകൂടി ഈ ഓഡിയോ ഒന്ന് കേട്ടു നോക്കാം. എന്താണ് ഈ 2 പേരും സംസാരിക്കുന്നത്? ഒന്ന് കേൾക്കാം. ഹായ്, അപ്പോൾ ഞാൻ ട്രെയിനിൽ നിന്ന് ഒരാളെ കയറി പിടിച്ചു എന്നൊരു വീഡിയോ ഇപ്പം കുറേ പേര് എനിക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എറണാകുളം കല്യാണത്തിന് പോയിട്ടൊന്ന് മെനിഞ്ഞാന്ന് അപ്പോൾ എൻ്റെ കൂടെ ട്രെയിനിൽ തന്നെ നമ്മൾ കല്യാണത്തിന് പോയിട്ട് തിരിച്ചു വന്നു. ഒരു ബോഗിയിലുണ്ടായിരുന്ന 2-3 പേരുണ്ട്. അപ്പോൾ ഞാനൊരു കോൾ ഒരാളെ വിളിച്ചോട്ടെ. നിക്ക് മോനെ, നീ വിളിക്കാൻ വരട്ടെ. നിന്റെ മുഖത്തൊരു തടിച്ച് ചീർത്തൊക്കെ ഇരിപ്പുണ്ടല്ലോ, ആ അടി കിട്ടിയതിൻ്റെ പാടും കാര്യങ്ങളൊക്കെ ആണോ അത്? മുഖം ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വീങ്ങി ഇരിപ്പുണ്ട്. അങ്ങനെയൊന്നും അല്ലല്ലോ അല്ലേ? അടിച്ചതിന്റെ പാടായിട്ടൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. ഇനി ശരിയാണെന്ന് എനിക്ക് അറിയില്ല. ഓക്കെ, അപ്പൊ നീ വിളിച്ചോ. പടച്ച റബ്ബാണ് ഫസ്റ്റ് കോളാണ്, വിളിച്ചോ. പടച്ച റബ്ബാണ് ഫസ്റ്റ് കോളാണ്. മുന്നേ വിളിച്ച് പ്ലാൻ ചെയ്ത കോളൊന്നും അല്ല കേട്ടോ. അത് മോൻ പറയുന്നുണ്ട്. മുന്നേ വിളിച്ച് ചേട്ടാ ഞാൻ ഇങ്ങനെ വിളിക്കും, ഇങ്ങനെ സംസാരിക്കും, അപ്പം ഇങ്ങനെ പറയണം, എങ്കിലും എൻ്റെ കാര്യം എനിക്ക് ബോധ്യപ്പെടുത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് സംസാരിപ്പിച്ച് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് വിളിച്ച കോളല്ല. ആദ്യമായിട്ട് വിളിക്കുന്നതാണ്. മോൻ വിളിക്കും. ഹലോ മനുവേട്ടാ, നമ്മളന്ന് എറണാകുളത്ത് നിന്ന് ഒരുമിച്ചല്ലേ? പേരെന്താ കേട്ടെ? മനുവേട്ട. നമ്മളന്ന് മനുവേട്ട. ആ പേര് നിങ്ങൾ ഓർത്ത് വെച്ചേ, മനുവേട്ട. ഫസ്റ്റ് കോളാണേ, ആദ്യമായിട്ട് വിളിക്കുന്ന കോളാണ്. നമ്മൾ കേൾക്കുന്ന ആദ്യത്തെ കോളാണ്. മനുവേട്ട പേര്. ഓക്കെ, നമ്മൾ ആ ട്രെയിനിൽ എന്തെങ്കിലും വലിയ സീൻ എന്തെങ്കിലും ഉണ്ടായോ? ആരെങ്കിലും എന്നെ അടിക്കുകയോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ ഒരുമിച്ചല്ലേ തിരിച്ച് നമ്മൾ ഒരുമിച്ച് ഇറങ്ങി നമ്മൾ ഒരുമിച്ചല്ലേ എന്നിട്ട് ഇറങ്ങി ഒരുമിച്ച് ഫുഡ് കഴിച്ചിട്ടല്ലേ പോയത്? ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ പബ്ലിക്കായിട്ട് ഒരാളെ കയറി പിടിച്ചു, അവ എന്നെ തല്ലി ഭയങ്കര സീനായെന്ന് പറഞ്ഞൊരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടായിരുന്നല്ല, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചത്. എനിക്കറിയത്തില്ല, ഞാൻ വീഡിയോ ഇടുന്നുണ്ട്, വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പൊ മനുഷ്യേട്ടന് പ്രത്യേകിച്ച് അഭിനയിക്കാൻ അറിയാത്തതുകൊണ്ട് എന്നടാ എപ്പോഴാ ഞാൻ അറിഞ്ഞില്ല എന്നാണ് മനുഷ്യേട്ടൻ പറയുന്നത്. ഇനി 2ാമത്തെ കോളിലേക്ക് നമുക്ക് പോവാം. 2ാമത്തെ കോളിൽ, അതായത് ആദ്യത്തെ കോളിൽ വിളിച്ച ആളുടെ പേര് മനു എന്നാണ് കേട്ടോ. അപ്പോൾ മനുഷ്യേട്ടൻ ഈ വിവരമൊന്നും അറിയാതെയാണ് മനുഷ്യേട്ടൻ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, ഞാൻ കൂടെ ഉണ്ടായിരുന്നല്ലോ, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, എന്താ കാര്യം എന്നുള്ള ലെവലിലാണ് മനുഷ്യേട്ടൻ സംസാരിക്കുന്നത്. നമുക്ക് 2ാമത്തെ കോളിലേക്ക് പോവാം. അപ്പോൾ ഒരു കോൾ കൂടി. ഹലോ മോനെ, ഞാനൊരു അർജന്റ് കാര്യം ചോദിക്കാൻ വിളിച്ചേ. നമ്മൾ എറണാകുളത്ത് കല്യാണം കഴിഞ്ഞിട്ട് ഒരുമിച്ചല്ലേ ട്രെയിനിൽ കയറി? ഒരു ബോഗിയിലല്ലേ ഉണ്ടായിരുന്നേ? എന്നിട്ട് അവിടെ എന്തെങ്കിലും സീൻ ഉണ്ടായോ? എന്നെ ആരെങ്കിലും തല്ലുകയോ എന്തെങ്കിലും പ്രശ്നം ഇല്ലല്ലോ? ഒരു വീഡിയോ ഇങ്ങനെ ഇറങ്ങിയായിരുന്നു, നീ കണ്ടായിരുന്നു? ഞാനത് മനുഷ്യനെ ചോദിച്ചു. അപ്പൊ മനുഷ്യന്റെ എന്റെ അടുത്ത് പറഞ്ഞ് നമ്മൾ വന്നപ്പോ അതിലും അങ്ങനെ അടിയോ ഇതൊക്കെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയണ്ടേ. നമ്മൾ ഒരു ബോഗിയിൽ തിരിച്ച് നമ്മൾ ആ പയ്യൻ ആരോടാ ചോദിച്ചത്? മനുഷ്യേട്ടനും ഒന്നുകൂടെ കേട്ടാലോ. ആ പയ്യൻ ആരോടാ ചോദിച്ചേ?
മനുഷ്യേട്ടനോട് അല്ലേ? ഒരു വീഡിയോ ഇങ്ങനെ ഇറങ്ങിയായിരുന്നു, നീ കണ്ടായിരുന്നു? ഞാനത് മനുഷ്യനെ ചോദിച്ചു. അപ്പൊ മനുഷ്യന്റെ അത് എന്റെ അടുത്ത് പറഞ്ഞ് നമ്മൾ വന്നപ്പോ അതിലും അങ്ങനെ അടിയും ഇതൊക്കെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയണ്ടേ. നമ്മളൊരു ബോഗിയിൽ തിരിച്ച് നമ്മൾ ഒരു അല്ലടവേ, ആദ്യം വിളിച്ചവൻ പറയുന്നു അവനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു, അവന്റെ പേര് മനു എന്നല്ലേ. രണ്ടാമത് വിളിച്ചവൻ പറയുന്നു ഞാൻ മനുഷ്യേട്ടനോട് ചോദിച്ചു, മനുഷ്യേട്ടൻ നമ്മൾ ഒരുമിച്ചല്ലേ വന്നത്, എന്നിട്ട് അങ്ങനെ പ്രശ്നം ഉണ്ടായില്ല, അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയേണ്ടതല്ലേ എന്നൊക്കെ ചോദിച്ചു എന്ന് പറയുന്നു. ഒരു പൊരുത്തക്കേട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഇത് പറഞ്ഞ് പറയിപ്പിക്കുന്നതല്ല എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് വരുന്നില്ലേ? എൻ്റെ പൊന്നു മോനെ, നീ ചെയ്തു, നീ അത് പെട്ടു. ഇത് ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ കൊടുത്തേക്കുന്നത്. ഇതിന്റെ സെക്കൻഡ് പാർട്ട് വരുമായിരിക്കും. എന്താണ് സെക്കൻഡ് പാർട്ട് എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് ഈ കോളുകൾ തന്നെ ഇവനെ പെടുത്തി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആദ്യം വിളിച്ചവൻ്റെ പേര് മനു എന്നാണ്, അവനും ഇവനെ ഒരുമിച്ച് യാത്ര ചെയ്തു, പക്ഷേ അവനൊന്നും അറിഞ്ഞിട്ടില്ലെന്നാണ് അവൻ പറയുന്നത്. ആദ്യത്തെ കോളോടെ കഴിഞ്ഞു. രണ്ടാമത്തെ കോളിൽ വിളിച്ചവൻ പറയുന്നു ഞാൻ മനുഷ്യേട്ടനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ മനുഷ്യേട്ടൻ പറഞ്ഞു ഏട്ടാ നമ്മൾ കൂടെ വന്നതല്ലേ, അപ്പോൾ നമ്മൾ അറിയേണ്ടതല്ലേ എന്ന് മനുഷ്യേട്ടൻ പറഞ്ഞു. അപ്പോൾ മനുഷ്യേട്ടൻ ആദ്യം പറഞ്ഞ കള്ളമാണോ അതോ രണ്ടാമത് വിളിച്ചവൻ പറഞ്ഞത് കള്ളമാണോ? ഏതാണ് കള്ളം? ശരിക്കും ഇത് ഒരു സ്ക്രിപ്റ്റഡ് ഓഡിയോ കോൾ ആയിരുന്നു. രണ്ടുപേരെയും ഇവൻ പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചിരുന്നു, ഞാനിങ്ങനെ വിളിക്കുമ്പോൾ നിങ്ങൾ അതിന് ഇല്ല എന്ന ലെവലിൽ സംസാരിക്കണം. പക്ഷേ രണ്ടുപേരെയും രണ്ടായിട്ട് വിളിച്ചതുകൊണ്ട് സ്ക്രിപ്റ്റ് ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. ഇതാണ് എനിക്ക് ഫീൽ ചെയ്ത കാര്യം. നിങ്ങൾക്കിത് എങ്ങനെ ഫീൽ ചെയ്യുന്നു എനിക്കറിയില്ല. അപ്പോൾ ജാസിയുടെ കൂട്ടുകാരുടെ സ്വഭാവമൊക്കെ ജാസിക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഈ റീലൊക്കെ കണ്ടിട്ട് ആരാധന മൂത്ത് അടുത്തേക്ക് ചെല്ലുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ജാസിയുടെ സമയം തീരെ മോശമാണെന്ന് തോന്നുന്നു. ജാസിക്ക് തീരെ സമയം ശരിയല്ല. കാരണം ജാസി എന്ത് ചെയ്താലും പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്. ജാസി തന്നെ ചെയ്യണമെന്നില്ല, ജാസിയുടെ കൂടെ ഉള്ളവർ ചെയ്താലും മതി. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്കൊക്കെ ട്രെയിനിലും അല്ലെങ്കിൽ ബസ്സിലൊക്കെ പോകുമ്പോൾ ഇതുപോലത്തെ അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. അതായത് ഞാൻ പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അടുത്തിരിക്കുന്ന ചേട്ടന്മാർ ചില കുൽസിത പ്രവർത്തനങ്ങളൊക്കെ ഏർപ്പെടും. അതായത് കൈ കൊണ്ട് നൈസായിട്ട് നമ്മുടെ കാലിൻ്റെ തുടയിലൊക്കെ വെച്ചിട്ട് തടവാനൊക്കെ ശ്രമിക്കും. നമ്മൾ മെല്ലെ കൈയെടുത്ത് മാറ്റും, അല്ലെങ്കിൽ ഒന്ന് രൂക്ഷമായിട്ട് നോക്കും, അതോടെ അത് അവസാനിക്കും. പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. ഇന്നത്തെ കാലത്ത് പബ്ലിക്കിൽ ആണെങ്കിൽ പോലും ഡയറക്റ്റ് വന്നങ്ങ് പിടിക്കുകയാണ്. അതാണ് ഇവിടെ സംഭവിച്ചത്. എന്നാൽ പിടിച്ചു, കാര്യം അവൻ വന്ന് വീഡിയോ ചെയ്തു, ഇവൻ മിണ്ടാതിരിക്കണ്ടേ? ഇവൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയിട്ട് അതാണ് ഇപ്പോൾ അവന് പണിയായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള ആൾക്കാരെ കാണുമ്പോൾ നിങ്ങളൊന്ന് സൂക്ഷിക്കുക. ആരാധനയോടെ ഭ്രാന്ത് മൂത്ത് അടുത്തേക്ക് ചെല്ലുമ്പോൾ ഏതൊക്കെ രീതിയിലാണ് ആളുകൾ നമ്മളെ മുതലെടുക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. സോ നമ്മൾ തന്നെ സൂക്ഷിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അഭിപ്രായം പറയാൻ മറന്നു പോകില്ല. നിങ്ങൾക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? പൊതുസ്ഥലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ അനാവശ്യ സ്ഥലങ്ങളിലുള്ള കടന്നുകയറ്റം അല്ലെങ്കിൽ കടന്നുപിടുത്തം ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.